ഹായ് ഫ്രണ്ട്സ്, ഒരു കഥ എഴുതിയിട്ടുണ്ട്. പേരില്ലാത്ത കഥ. ഈ കഥയും എൻ്റെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതെൻ്റെ ആത്മകഥയൊന്നുമല്ല. ഇതെൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് എഴുതുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഇതിൽ ഉപയോഗിക്കുന്നത്. വായിക്കട്ടെ. ആദ്യം ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ എപ്പോഴാണ് പ്രണയം തുടങ്ങിയതെന്നറിയില്ല. 15 വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം. അമ്പിളിയമ്മാവനെ കയ്യിൽ കിട്ടിയ കുട്ടിയെ പോലെയായിരുന്നു ഞാൻ. ഓരോ നിമിഷവും ആഘോഷമായിരുന്നു. എന്നും നൈറ്റ് ഡ്രൈവ്, ഇടയ്ക്കിടെ ട്രിപ്പുകൾ, സർപ്രൈസ് ഗിഫ്റ്റ്. കല്യാണം കഴിഞ്ഞു എന്ന ഫീലില്ലാത്ത മനോഹരമായ ലൈഫ്. 5 വർഷത്തിന് ശേഷമാണ് മകൾ ജനിച്ചത്. പണ്ടൊക്കെ ഞാൻ നല്ലോണം മെലിഞ്ഞ് വെളുത്തിട്ടായിരുന്നു. നല്ലോണം മുടിയുണ്ടായിരുന്നു. എനർജറ്റിക്, സ്മാർട്ട്. മകൾ ജനിച്ചതിന് ശേഷം വല്ലാതെ ഇരുണ്ട നിറമായി. തടിച്ചു, വയറൊക്കെ ചാടി, മുടിയൊക്കെ പോയി. എനിക്ക് എന്നെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതായി. ഹസ്ബൻഡിനും പുറത്തേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലാതായി. കൊണ്ടുപോകാൻ ഹസ്ബൻഡിനും. മകൾക്കിപ്പോൾ 16 വയസ്സ്. ചെറുപ്പം മുതലേ അവൾക്ക് എന്നെ ഇഷ്ടമല്ല. എൻ്റെ പെരുമാറ്റങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല. എൻ്റെ അടുത്ത് കിടക്കുന്നതോ എൻ്റെ കൂടെ നടക്കുന്നതോ അവൾക്ക് ഇഷ്ടമല്ല. അച്ഛൻ മാത്രമായിരുന്നു അവളുടെ ലോകം. 16 വർഷമായിട്ടും ഞാൻ ഓക്കെ ആയിട്ടില്ല. ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല. കൂട്ടുകാരില്ല. സംസാരിക്കാൻ ആരുമില്ല. എങ്ങനെ 16 കൊല്ലം പിടിച്ചു നിന്നു എന്ന് എനിക്കറിയില്ല. ഇനിയും സഹിക്കാൻ വയ്യ. നാളെ എന്നേക്കുമായി ഇവിടെ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു. ആരോടും ഒന്നും പറയാനില്ല. എങ്ങോട്ടൊന്നില്ലാത്ത യാത്ര. സങ്കടം വരുന്നില്ല. ഒരു ദീർഘനിശ്വാസം മാത്രം. മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ചിത്രശലഭങ്ങളെ വാനിൽ പറക്കാൻ അനുവദിക്കണം. കണ്ണാടി നോക്കി സ്വയം വെറുക്കുന്ന ദിനങ്ങൾ വേണ്ട. ആൾക്കൂട്ടത്തിൽ തനിയെയാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം തനിയെയാകുന്നതാണ്. മകൾ സ്കൂളിൽ പോയതിനു ശേഷം, ഹസ്ബൻഡ് ജോലിക്ക് പോയതിനു ശേഷം ഇവിടെ നിന്നിറങ്ങാം. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന ആകെ ഒരു ധൈര്യം മാത്രമേ എനിക്കുള്ളൂ. സിം ഇവിടെ തന്നെ വെക്കണം. ഫോൺ എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അതിനാൽ അതെടുക്കുന്നതിൽ തെറ്റില്ല. അടുക്കളയിലെ പണികൾ ഒക്കെ തീർത്തു. അകത്ത് വന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഡ്രസ്സ് മാത്രം ഒരു ബാഗിലെടുത്ത് വെച്ചു. കണ്ണടച്ച് കിടന്നു. ഈ രാത്രിക്ക് ദൈർഘ്യം കൂടുതലുള്ള പോലെ തോന്നി. നേരത്തെ ഉണരണം. അവസാനമായി മോൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഉള്ളു തേങ്ങിയില്ല. തേങ്ങ കൊലയാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ചിരിച്ചു. പിറ്റേന്ന് നേരത്തെ ഉണർന്നു. ഇഡ്ഡലി, ചട്നി, സാമ്പാർ, ചായ ഒക്കെ ഉണ്ടാക്കി. പക്ഷേ ഇന്ന് മോൾ സ്കൂളിൽ പോകണില്ലത്രേ. ഹസ്ബൻഡ് ജോലിക്കും പോകുന്നില്ലെന്ന്. എനിക്ക് സങ്കടം വന്നു. എൻ്റെ മനസ്സിലിരുന്ന് ഞാനാകുന്ന കുട്ടി ചിരികിക്കരഞ്ഞു. പതിവില്ലാതെ മോൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് മാളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഇല്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടും നിർബന്ധിച്ചുകൊണ്ടിരുന്നു. തനിയെ ആകുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിർത്തിയതാണ് ഞാൻ മാളിലേക്കുള്ള പോക്ക്. സാരല്ല, അവസാനമായി അവളുടെ കൂടെ ഒന്ന് പുറത്തു പോകാം. എൻ്റെ തനിച്ചുള്ള യാത്ര നാളേക്ക് മാറ്റിവെക്കാം. ഒരുങ്ങിയിറങ്ങിയപ്പോൾ ദേ ഹസ്ബൻഡും റെഡിയായിരിക്കുന്നു. അത് നന്നായി. എല്ലാവരും കൂടി അവസാനത്തെ ഒരു യാത്ര. എത്രയോ കാലങ്ങൾക്ക് ശേഷം. മനസ്സ് വല്ലാതെ ഒന്ന് പിടച്ചു. അറിയാതെ കണ്ണു നിറഞ്ഞു. കാറിൻ്റെ പിൻസീറ്റിലിരിക്കാൻ ഡോർ തുറന്നപ്പോൾ മകൾ മുന്നിലെ ഡോർ എനിക്ക് വേണ്ടി തുറന്നു തന്നു. അവൾ ഉണ്ടായതിന് പിന്നെ ഞാൻ മുൻസീറ്റിലിരുന്നിട്ടില്ല. അവളായിരുന്നു ആ സീറ്റിൻ്റെ അധിപ. അച്ഛൻ്റെ മോളൂട്ടി. അവർ തമ്മിൽ തമാശകൾ പറഞ്ഞു ചിരിച്ച് അവരുടെ ലോകത്തായിരിക്കും. വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ എന്നെ നിർബന്ധിച്ച് മുൻസീറ്റിലെത്തി. സാരല്ല, അവസാനമായി ഇതും കൂടിയാവാം. ഇനി ഈ നാട്ടിലേക്ക് തിരിച്ചു വരാനോ ഇവരെയൊന്നും കാണാനോ പോകുന്നില്ലല്ലോ. കാറിൽ കയറിയതിന് ശേഷം ആരും ഒന്നും സംസാരിച്ചില്ല. സംസാരിക്കാതിരിക്കുന്നത് എനിക്കിപ്പോൾ ശീലമാണ്. മാളിലിറങ്ങി ഞാനും മോളും ഉള്ളിലേക്ക് കയറി. ഹസ്ബൻഡ് കാർ പാർക്ക് ചെയ്യാൻ പോയി. ഞാനും മോളും കൂടി മാളിലൂടെ നടന്നു തുടങ്ങി. പെട്ടെന്ന് ഒരു കൈ എൻ്റെ തോളിൽ വന്നു വീണു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കുതറി മാറാൻ നോക്കിയപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. മോൾ ഉണ്ടായതിനു ശേഷം അവളായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം. അവളുടെ കൈ പിടിച്ചേ നടന്നിരുന്നുള്ളൂ. അതിനുശേഷം ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കൽ ആദ്യമാണ്. കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല. ഞാൻ തളർന്നുപോയി. അപ്പോഴേക്കും മകൾ പോയി ഒരു ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്നു. എൻ്റെ വായിൽ വെച്ച് തന്നു. ശേഷം എന്നെ കെട്ടിപ്പിടിച്ചു.
അമ്മേ, അമ്മയെ ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ. ഞാനിനി എന്നും അമ്മയുടെ പൊന്നു മോളായിരിക്കും. അവൾ എന്നെ കെട്ടിപ്പിടിച്ച് തേങ്ങി. ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് തോന്നിപ്പോയി. പിന്നെ എന്നെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ. വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ശാന്തി. ഞാൻ കണ്ണാടിയിൽ നോക്കി. എൻ്റെ മുഖത്ത് ഒരു തെളിച്ചം വന്നിട്ടുണ്ട്. എടുത്തുവെച്ച ബാഗിലെ തുണികൾ പുറത്തെടുക്കാതെ തന്നെ അലമാരിയിൽ കയറ്റി വെച്ചു. കുറേ നേരം അങ്ങനെ കട്ടിലിരുന്നു, ചിരിച്ച മുഖത്തോടെ. മുത്തുജി മൂക്കുതല. താങ്ക് യു.